നസ്രായനീശോ ഉയർത്തെഴുന്നേറ്റു, ഹല്ലേലൂയ പാടാം. നസ്രായനീശോ ഉയർത്തെഴുന്നേറ്റു, ഹല്ലേലൂയ പാടാം. മോക്ഷപ്രകാശമായി മിശിഹായുയർത്തപ്പോൾ മോചന സംഗീതം വാനിലും കേട്ടല്ലോ. കല്ലറയിൽ തിരയരുതേ, ഉയർത്തെഴുന്നേറ്റവനേ, ജനതകളണിയണിയായി ഹല്ലേലൂയ പാടിടട്ടെ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 63-64 വാക്യങ്ങൾ. പ്രധാന പുരോഹിതൻ ഈശോയോട് ചോദിച്ചു, ജീവിക്കുന്നവനായ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ ആണയിട്ട് നിന്നോട് ചോദിക്കുന്നു, നീ ദൈവപുത്രനായ ക്രിസ്തുവാണോ? യേശുവിൻ്റെ ഉത്തരം വളരെ രസകരമാണ്. നീ തന്നെ പറഞ്ഞു കഴിഞ്ഞുവല്ലോ. പറഞ്ഞു പറയിപ്പിക്കുന്ന ഒരു രീതി നമുക്കുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ഒരു രീതി മാനുഷിക സ്വാധീനം കൊണ്ടും മാനുഷികമായ ബലം കൊണ്ടും ആളുകളെ നമ്മുടെ കൂടെ നിർത്തി അണികളെ കൂട്ടി മാനുഷിക സ്വാധീനം കൊണ്ട് ജയിച്ചെടുക്കുന്ന ഒരു രീതിയാണ്. പക്ഷെ ക്രിസ്തു പറയുക, നീ ബോധ്യപ്പെട്ട് പറഞ്ഞല്ലോ, നീ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞു പറയിപ്പിക്കുക, ഞാൻ സ്വാധീനിച്ച് പറയിപ്പിക്കുക, കള്ളത്തരത്തിൽ പറയിപ്പിക്കുക, എൻ്റെ കൂടെ ഞാൻ കള്ളത്തരത്തിൽ ചേർക്കുക, ഇതൊന്നും എൻ്റെ രീതിയല്ല. ക്രിസ്തുവിൻ്റെ രീതി നമ്മളെ വിസ്മയിപ്പിക്കുകയാണ്. പറഞ്ഞു പറയിപ്പിക്കുന്ന, സ്വാധീനിച്ച് പറയിപ്പിക്കുന്ന, സ്വാധീനിച്ച് കൂടെ നിർത്തുന്ന മാനുഷിക രീതികളെല്ലാം വെട്ടിക്കൊണ്ട് ഈസ്റ്റർ നിന്നോട് പറയുക, നിന്നെക്കുറിച്ച് ആൾക്കാർ ഉള്ളുകൊണ്ട് പറയട്ടെ, അവർ പറയട്ടെ, അവർ നിന്നെ അപ്രീഷിയേറ്റ് ചെയ്യട്ടെ, അവർ പ്രോത്സാഹിപ്പിക്കട്ടെ. മാനുഷികമായല്ല, ഉണ്ടാക്കിയെടുക്കുന്ന വിജയങ്ങളിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന സൽപ്പേരിൽ നിന്നും മാറി നിൽക്കുക എളുപ്പമല്ല. എങ്കിലും നമുക്ക് ശ്രമിക്കാം. ആമേൻ. ആമേൻ. ആമേൻ.